ഇമാം മഹ്ദി തങ്ങളെ കുറിച്ചുള്ള ഹദീസുകളൊക്കെ അങ്ങനെയാണ്. യുസ്ലിഹുല്ലാഹു ഫീ യൗമിൻ വലൈല. ഇമാം മഹ്ദി തങ്ങൾ ലോകത്തിന്റെ അമീറായി വരുമ്പോ, സുൽത്താനായി വരുമ്പോ, ഇമാം മഹ്ദി തങ്ങൾ മഹ്ദിയാണെന്ന് അവരറിയുന്നത് പോലും വളരെ ആകസ്മികമായൊരു സംഭവത്തിലായിരിക്കുന്ന. മഹദി ഇമാം ഒരിക്കലും വിചാരിക്കൂല ഞാൻ മഹദിയാണല്ലോ, ചെറുപ്പം മുതലേ അറിഞ്ഞിട്ടല്ല വരുന്നത് എന്നതിൻ്റെ അർത്ഥം. പേര് മുഹമ്മദ് എന്നായിരിക്കും, ഉപ്പാന്റെ പേര് അബ്ദുള്ള എന്നായിരിക്കും, അഹ്ലുബൈത്തിൽ നിന്ന് വരുന്ന ആളാണ്. ഇത്രയും നബി ഞങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. യുവാതിഉ ഇസ്മുഹു ഇസ്മി വസ്മു അബീഹി ഇസ്മ അബീ മിൻ അശ്റതി മിൻ ഔലാദി ഫാത്തിമ. ഒരൊറ്റ രാത്രി കൊണ്ട് അല്ലാഹു തആല തസ്കീത്ത് കൊടുക്കുന്ന, ഒരു രാത്രി കൊണ്ടാണ് ഈ ഉമ്മത്തിന്റെ ഖലീഫയാകാനുള്ള യോഗ്യത അല്ലാഹു കൊടുക്കുന്നത്. 10 കൊല്ലം പഠിക്കുന്നു വേണ്ടതിന്. ചില ആളുകൾക്ക് അങ്ങനെ മതി, പെട്ടെന്ന് കൊടുക്കും. യുസ്ലിഹുല്ലാഹു ഫീ യൗമിൻ വലൈല. അള്ളാഹു ചില ആളുകളെ, ഒരുപാട് ആളുകളെ അള്ളാഹു ഉയർത്തുകയും ഒരുപാട് ആളുകളെ അള്ളാഹു താഴ്ത്തുകയും ചെയ്യുന്നുണ്ട്. വലിയ സന്തോഷമായി, ഉത്തരം കിട്ടിയല്ലോ. നമുക്ക് ഉത്തരം അറിയുമ്പോൾ ഭയങ്കര ആവേശമാണല്ലോ പറഞ്ഞു കൊടുക്കാൻ. അപ്പോൾ പിറ്റേന്ന് വന്ന് ഇബിൽ ചോദിച്ചു, ആ ചോദിച്ച ആളോടെ എണീറ്റ്, എന്തായിരുന്നു ചോദ്യം? ആ ചോദ്യമൊക്കെ ആവർത്തിച്ച മറുപടി ഉണ്ടല്ലോ കയ്യില്. അതിന് ഉത്തരല്ലേ വേണ്ടത്? ഇന്നലില്ലാഹി ഉമൂറൻ യുബ്ദീഹാ വലാ യബ്തദീഹാ യർഫഉ അഖ്വാമൻ വയഖ്ഫിദു ആഖരീൻ. ഇവർക്ക് മനസ്സിലായി അറബി പറഞ്ഞപ്പോൾ? മൂപ്പരെന്താ പറഞ്ഞെന്നറിയോ മറുപടി? അക്സിർ മിനസ്സലാത്തി വസ്സലാം അലാ മൻ അംബഅക ഹാദാ ഫിൽ മനാം. ഈ ഉത്തരം നിങ്ങൾക്ക് ആരാണോ സ്വപ്നത്തിൽ പറഞ്ഞു തന്നത് അവരുടെ മേൽ ധാരാളം സ്വലാത്തും സലാമും ചൊല്ലിക്കോളൂ ഉസ്താദേ. ആര്? ചോദിച്ചാള്. അപ്പൊ ചോദിച്ചാൾ ആരാ? സാധാരണക്കാരനല്ല. അക്സിർ മിനസ്സലാത്തി വസ്സലാം അലാ മൻ അംബഅക ഹാദാ ഫിൽ മനാം. ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് സ്വപ്നത്തിലൂടെ ഒരാൾ വന്ന് പറഞ്ഞു തന്നില്ലേ? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അക്സിർ മിനസ്സലാത്തി വസ്സലാം. ആ ഹബീബിന്റെ മേൽ സ്വലാത്തും സലാമും വർദ്ധിപ്പിച്ചേക്കണേ. എന്താ കഥ എന്നറിയോ? നമ്മൾ വിചാരിക്കാത്ത സാധുക്കളൊക്കെ അള്ളാന്റെ ഔലിയാക്കന്മാരുണ്ടാവും. നമ്മൾ കാഴ്ചയിൽ അവരൊന്നും, ഈ മഹാന് സ്വപ്നത്തിൽ നിബിധങ്ങൾ മറുപടി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന് മൂപ്പർക്ക് മനസ്സിലായി. അപ്പൊ എന്തായിരിക്കും ആ പവർ? ആരെയും ചെറുതായി കാണാൻ പാടില്ല. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ കറാമത്ത് ഇസ്തിഖാമത്താണ്. നേർവഴിയിൽ അല്ലാഹ് പറഞ്ഞ പോലെ ജീവിക്കുന്നുണ്ടോ? അതൊരു പക്ഷേ നമ്മളൊക്കെ അടിച്ചുപൊളിച്ച് ജീവിക്കുന്ന ചെറുക്കന്മാരെന്ന് വിചാരിക്കുന്ന ചെറുപ്പക്കാര് കുട്ടികളായിരിക്കും ചിലപ്പോൾ.